മോണിറ്ററല്ലേ ഇന്ന്. നമ്മൾ പണ്ട് മോണിറ്ററില്ലല്ലോ. ഇപ്പോൾ ഒരു ടി വി പോലെ വെച്ചിട്ട് ഡയറക്ടർ, ക്യാമറാമാൻ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, മറ്റ് അങ്ങനെയുള്ള എല്ലാവരും വന്നിട്ട് ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്തൂടെ ഫ്രെയിം ഫിക്സ് ചെയ്ത് ക്യാമറാൻ വെച്ച് ക്യാമറാൻ അവിടെ ഫിക്സ് ചെയ്തിട്ട് നോക്കും. പുള്ളി അടുത്ത് നോക്കും. അത് നോക്കിയിട്ട് അവരുടെ സജഷൻ പിന്നും അവിടെ പോയി ആയിരിക്കും. എല്ലാം അതിനകത്ത് അറിയാൻ പറ്റും. മറ്റേത് അതല്ല, ഇതില്ല. ഈ ക്യാമറയുടെ പുറകെ നിന്നിട്ട് ഡയറക്ടർ, ക്യാമറാമാനും എല്ലാം നിന്നിട്ട് ഈ ബീഫ് ഹണ്ടികൾ നോക്കിയിട്ട് നമുക്കൊരു പരിധി കൂടുതൽ അത് ജഡ്ജ് ചെയ്യാൻ റിസൾട്ട് പറയാൻ പറ്റില്ല. അത് തിയേറ്ററിൽ നമ്മൾ റഷൊക്കെ ഇട്ട് ചില കാണുമ്പോഴായിരിക്കും അവിടെ കുറച്ചൊരു ഷാഡോ ഉണ്ട്, ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ഉണ്ട്. കാരണം ഈ ഒരു കോൺഫിഡൻസ് അല്ലാണ്ട് എടുത്ത് പോകുന്നത്. അപ്പോൾ അവരെ സമ്മതിച്ചു കൊടുക്കണം. ആ സമയത്താണ് ബ്രില്യന്റ് മൂവീസ് അങ്ങനെ ചെയ്തവരാണ് അന്നത്തെ ആൾക്കാരല്ല. അപ്പം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഔട്ട് ഓഫ് ഫോക്കസും മറ്റു കാര്യങ്ങളൊക്കെ പലപ്പോഴും എപ്പോഴൊന്നുമില്ല, പക്ഷേ കുറച്ച് പടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പല പടങ്ങളുണ്ട് എടുത്തങ്ങ് പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ 2 റീഷൂട്ട് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. അതിനുള്ള സാമ്പത്തികം ബുദ്ധിമുട്ടായിരിക്കും. നല്ല പ്രൊഡ്യൂസർ, പൈസ ഉള്ള പ്രൊഡ്യൂസറാണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കും. ഡയറക്ടറും സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് എടുത്തേ പറ്റുമോ അവസാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി എടുക്കും. എല്ലാവരും ചിലപ്പോൾ എടുക്കില്ല. കാരണം വീണ്ടും റീസെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത്രയും കഷ്ടപ്പാട്. പിന്നെ ഫിലിം പോയി കഴിഞ്ഞാൽ ഒരു ഫിലിം പോകുന്ന റീടേക്ക് വന്നാൽ ആ ഫിലിം പോയി വയ്ക്കാൻ പറ്റില്ല. 400 അടിയാൻ കണ്ട ഒരു റോളിനകത്ത്, ഒരു ക്യാനിൽ. അപ്പോൾ ഇപ്പോൾ ഈ ഫിലിം റീടേക്ക് പോകുന്നതോറും പിന്നെ ആക്ടേഴ്സിനും ടെൻഷൻ ഉണ്ടാകും, പ്രൊഡ്യൂസർക്ക് അതിലും ടെൻഷൻ. കാശ് പോകില്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ ആവില്ല. മറ്റേ എല്ലാം ഡിജിറ്റലല്ലേ. ഒന്നിൽ തന്നെ കറക്കി വീണ്ടും എൻ്റെ പുറത്ത് ചെയ്ത് എത്ര പ്രാവശ്യം, കുറേ പ്രാവശ്യം എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട്